കോട്ടയം തീക്കോയി 30 ഏക്കറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഉരുൾപൊട്ടൽ വിതച്ച ആ നാശനഷ്ടം എന്തൊക്കെയാണെന്ന്. പുലർച്ചെ 2 മണിക്കാണ് ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായത് ഈ പ്രദേശത്ത്. ആ വീടിന്റെ മുകളിലേക്ക് അത്തരത്തിൽ പാറക്കല്ലുകൾ വന്ന് പതിക്കുന്ന ഒരു കാഴ്ച. ഇത് റോഡാണ് ഈ കാണുന്നത്. എന്റെ മുന്നിൽ കാണുന്ന ഈ റോഡാണ്. ഈ റോഡ് മുഴുവനായിട്ട് അങ്ങ് ഒലിച്ചു പോയിട്ട് ആ ഒരു പ്രദേശത്തൂടെ ഇപ്പോൾ വെള്ളം കുത്തി ഒലിച്ചു വരുന്ന കാഴ്ച കാണാം. മുകളിൽ പാറക്കെട്ടുകൾ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാം. മുകളിലൊരു വീടുണ്ട്, ആ വീടും തകർന്നിട്ടുണ്ട്. പാറക്കെട്ടുകൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഏതായാലും ആകെ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർക്കും ആളപായം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആ 2 വീടുകൾ 3 വീടുകൾ തകരുകയും അതോടൊപ്പം തന്നെ പ്രദേശത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ നോക്കാം, ഈ ദൃശ്യങ്ങൾ ഒരു വെള്ളച്ചാട്ടത്തിന് സമാനമായി തന്നെയാണ്. ഈ റോഡ് തകർന്നു പോയിക്കൊണ്ട് വെള്ളം കുത്തി ഒലിച്ച് മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചു വരികയാണ്. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. താഴത്ത് ഈ മുകളിലുണ്ടായിരുന്ന ചില വാഹനങ്ങൾ മറിഞ്ഞ് ഈ ഒഴുക്കിൽ കൂടെ തന്നെ താഴത്തേക്ക് പോയി വീണിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ സമീപത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിന്റെ മുകളിലേക്ക് വലിയ പാറക്കഷ്ണങ്ങൾ വീണ് കിടക്കുന്നതായിട്ട് കാണാം. ഇതുപോലെ തന്നെ മുകളിൽ ഒരു വീടുമുണ്ട്. ആ വീട്ടിലും ഇത്തരത്തിൽ പാറക്കഷ്ണങ്ങൾ വീണ് കിടക്കുന്നതായിട്ടുണ്ട്. ഏതായാലും ഈ ശബ്ദം കേട്ടതോടുകൂടി ഈ വീട്ടിലുണ്ടായിരുന്നവർ ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ രക്ഷിക്കാനായത്. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനവും അതും മറ്റു കാര്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെളിമൺ എല്ലാം മാറ്റണം, അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശവാസിയായ എപ്പോഴായിരുന്നു നിങ്ങൾക്ക് ഈ സംഭവം? 1:45 സമയം 1:45 വലിയ ശബ്ദം കേട്ടു. അപ്പം നമുക്ക് ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഇരുട്ടായിരുന്നു, വെട്ടമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ശബ്ദം കേട്ട് നേരം വെളുത്തപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത്. ഇങ്ങനെ കാറും വീടും എല്ലാം പോയിന്നേ, അങ്ങനെ അറിയും. എത്ര വീടുകൾ പോയിട്ടുണ്ട്? 3 വീട് പൂർണ്ണമായി പോയി. മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. തീക്കോയി സ്കൂളിലെ അങ്ങോട്ട് പോകണം വൈകിട്ടാകുമ്പോഴത്തേന്. കുറേ പേര് പോയി, ബാക്കിയുള്ളവർ വൈകിട്ട് പോകും. നേരത്തെ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകിയിരുന്നോ? ഇങ്ങനെ ഒന്നുമില്ല, മുന്നറിയിപ്പൊന്നും ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അത് ഒരു 8-10 കൊല്ലം മുമ്പ് ഇത്രയും നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ഉരുൾ പൊട്ടിയിട്ടുണ്ട്, വലിയ ഉരുളായിരുന്നു. അപ്പോൾ ആൾക്കാർ താമസമില്ല, അപ്പുറത്തെ തോട് വഴിയാണ് പോയത്. ഇപ്പോഴാണ് ഏറ്റവും ഭീകരമായിട്ടുണ്ടായത്. മഴ കനക്കുകയാണ്, അപ്പോൾ മാറിയേ പറ്റുള്ളൂ. മാറിയേ പറ്റുള്ളൂ. വൈകിട്ടത്തേന് ക്യാമ്പിൽ പോകും. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്, മാറിയേ പറ്റുള്ളൂ. ഞാൻ ആ ദൃശ്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്തുമാത്രമാണ് ആ ഭീകരത എന്നുള്ളത്. പാറക്കെട്ടുകൾ ഇങ്ങനെ തട്ടി ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. ഈ റോഡിലേക്കാണ് വെച്ചത്. ഇത് റോഡാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ആ റോഡ് തന്നെ ഇല്ല. അതിന് പകരം ഏതോ ഒരു മലമ്പ്രദേശത്ത് വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന പോലെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരികയാണ്. ഇനിയും ഉരുൾപൊട്ടലിനുള്ള സാധ്യത കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ അടിയന്തരമായി മാറാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി നേരെ ആ താഴത്തേക്ക് പോകുന്നത് കാണാം. ആ താഴെ ഒരു വെള്ളച്ചാട്ടം കുത്തി ഒലിച്ചൊഴുകുന്ന പോലെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു റോഡായിരുന്നു. ആ റോഡ് മുഴുവനായിട്ട് തന്നെ നശിച്ചു പോയെന്ന് പറയാം. പ്രദേശത്തുണ്ടായിരുന്ന 3 വീടുകളുടെ മുകളിലേക്കാണ് പാറക്കെട്ടുകൾ വന്ന് പതിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങൾ ഒരു 3-4 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളും ഈ ഒഴുകി പോയിട്ടുണ്ട്. അതും നശിച്ച ഒരു സാഹചര്യത്തിലാണുള്ളത്. ഏതായാലും തീക്കോയിലെ ഈ 30 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഭയാനകമായ ഒരു നാശനഷ്ടം ഈ ഉരുൾപൊട്ടൽ വിധിച്ചത്.